നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡ്രൂ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം, ഭീതിയിൽ നാട്ടുകാർ. വരാക്കരയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പിതൃമോക്ഷം തേടി പിതൃതർപ്പണം നടത്തി നിരവധി പേർ. ആറാട്ടുപുഴ മന്ദാരക്കടവിലും മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിലും പിതൃതർപ്പണം നടന്നു. ആശാവർക്കർമാർ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ച് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം മാർച്ച് 1 കൊടിയേറുമെന്നും മാർച്ച് 7 പൂരം കാവടി മഹോത്സവം ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. പാലിയേക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം മാർച്ച് 4 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ 5 പ്രതികളെയും വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കി. പാലപ്പിള്ളി പുതുക്കാട് തോട്ടങ്ങളിൽ കാട്ടാനകൾ തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. വ്യാഴാഴ്ച രാവിലെയും കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. പിള്ളത്തോട് മുറിച്ചു കടന്നാണ് ഇവ തോട്ടങ്ങളിലേക്ക് എത്തുന്നത്. ഇവിടെ കിടങ്ങ് സ്ഥാപിച്ച് കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മലയോര കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. വരാക്കരയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വരാക്കര പയ്യാക്കര സ്വദേശി മലപ്പാൻ വീട്ടിൽ ജോസിന്റെ മകൻ 41 വയസ്സുള്ള നിക്സനാണ് മരിച്ചത്. തിങ്കളാഴ്ച 10 മണിയോടെ വരാക്കരയ്ക്ക് കപ്പേളയ്ക്ക് സമീപമായിരുന്നു അപകടം. അപകടത്തിൽ നിക്സന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. നിക്സൺ നിർമ്മാണ തൊഴിലാളിയായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 വരാക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ നടക്കും. ആനിയാണ് മാതാവ്, സഹോദരൻ നിജോ. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആറാട്ടുപുഴ മന്ദാരക്കടവിൽ പിതൃതർപ്പണം നടത്തി. മൺമറിഞ്ഞ പൂർവികരെ മനസ്സിൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നിരവധി പേരാണ് മന്ദാരക്കടവിൽ എത്തിയത്. വ്രതാനുഷ്ഠാനങ്ങളോടെ പിതൃബലി അർപ്പിക്കാൻ എത്തിയ ഭക്തർക്കായി എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. പുലർച്ചെ മുതൽ ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. പരികർമ്മികൾ ചൊല്ലിക്കൊടുത്ത മന്ത്രാക്ഷരങ്ങൾ ഏറ്റുചൊല്ലി പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിൽ 100 കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി പിതൃമോക്ഷം നേടി. തിലഹോമം, പുഷ്പാഞ്ജലി, എള്ളുതിരി, കൂവളപ്പറ എന്നിവയും ഒരുക്കിയിരുന്നു. മണലി രാമപുരം ശ്രീരാമക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ശിവരാത്രി ബലിതർപ്പണം നടത്തി. പ്രസിഡന്റ് സന്തനാരംഗൻ സ്വാമി, സെക്രട്ടറി സുനിൽ മാപ്രാണത്ത്, കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ആറാട്ട് എഴുന്നള്ളിപ്പ് നടത്തി. ഗണപതി ഹോമം, പള്ളി ഉണർത്തൽ, ഉഷപൂജ, ആറാട്ടുബലി എന്നീ ചടങ്ങുകൾ നടന്നു. നെന്മണിക്കര പള്ളം ആറാട്ടുകടവിൽ നിന്നായിരുന്നു ആറാട്ട് എഴുന്നള്ളിപ്പ് നടന്നത്. കൊടിക്കൽപ്പറ, കലശാഭിഷേകം, കൊടിയിറക്കൽ എന്നിവയും ഉണ്ടായിരുന്നു. അന്നദാനവും ഒരുക്കിയിരുന്നു. പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി ഏർനൂർ മന ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. മാർച്ച് 4 കുംഭഭരണി മഹോത്സവം ആഘോഷിക്കുന്നത്. അന്നേ ദിവസം രാവിലെ 9 ശ്രീഭൂതബലി, ശീവേലി എഴുന്നള്ളിപ്പ്, 10:30 പ്രസാദകൂട്ട്, ഉച്ചതിരിഞ്ഞ് 3:30 പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, കാഴ്ചശീവേലി, പഞ്ചവാദ്യം, വൈകിട്ട് 6 നന്ദിക്കര മുല്ലയ്ക്കൽ പറയന്റെ പന്തൽ വരവ്, തുടർന്ന് വേലകളി വരവ്, രാത്രി 12:30 പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പുലർച്ചെ 3:30 കൂട്ടി എഴുന്നള്ളിപ്പ്, പുലർച്ചെ 3:45 പാണ്ടിമേളം എന്നിവ നടക്കും. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം മാർച്ച് 1 കൊടിയേറുമെന്നും മാർച്ച് 7 പൂരം കാവടി മഹോത്സവം ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 1 രാവിലെ 4 മണിക്ക് നിർമ്മാല്യ ദർശനം, 4:30 മഹാഗണപതി ഹോമം, പ്രഭാത പൂജ, രാവിലെ 8 മണിക്ക് കൊടിയേറ്റം എന്നിവ നടക്കും. തുടർന്ന് വിവിധ ദേശങ്ങളിൽ കൊടിയേറ്റവും ഉണ്ടായിരിക്കും. ഉത്സവ ദിവസമായ മാർച്ച് 7 വെള്ളിയാഴ്ച
വെളുപ്പിന് 3-ന് നിർമ്മാല്യ ദർശനം, 4-ന് മഹാഗണപതി ഹോമം, രാവിലെ 6-ന് പ്രഭാത പൂജ, കലശാഭിഷേകം, 9 മുതൽ 11 വരെ പൂരം എഴുന്നള്ളിപ്പ്, 11:30 മുതൽ 1:30 വരെ കാവടി കൂടിയാട്ടം എന്നിവയും ഉണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് 4:30 മുതൽ 7 വരെ കാഴ്ചശീവേലി, 5:30 മുതൽ 6:30 വരെ കുടമാറ്റം, തുടർന്ന് വിവിധ ദേശക്കാരുടെ നാദസ്വര കച്ചേരിയും ആകാശവിസ്മയവും ഉണ്ടായിരിക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ സുനിൽകുമാർ കൈമാപ്പറമ്പിൽ, ശ്രീധരൻ കളരിക്കൽ, സുശാന്ത് ചിന്നങ്ങത്ത് എന്നിവർ പങ്കെടുത്തു. പാലിയേക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം മാർച്ച് 4-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 28-ന് വൈകിട്ട് നടക്കുന്ന എണ്ണ സമർപ്പണത്തോടെ ആഘോഷത്തിന് തുടക്കമാകും. ഉത്സവ ദിവസം രാവിലെ ചാന്താട്ടം നടക്കും. തുടർന്ന് പാർവതി, ശങ്കരൻ നാരായണൻ, പി മേധ എന്നിവരുടെ സോപാന സംഗീതം നടക്കും. തുടർന്ന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശീവേലി നടക്കും. 5 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ഉച്ചതിരിഞ്ഞ് പല്ലാവൂർ ശ്രീധരന്മാരാരുടെ പഞ്ചവാദ്യവും തുടർന്ന് പഞ്ചാരിമേളവും നടക്കും. രാത്രി 8-ന് കളമെഴുത്തുപാട്ട്, ഡബിൾ തായമ്പക, പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. ഉത്സവ ദിവസം പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും. ചേന്നംകുളങ്ങര ശ്രീ ഭദ്രകാളി ട്രസ്റ്റ് ഭാരവാഹികളായ എൻ കൃഷ്ണൻ നമ്പൂതിരി, കെ എസ് ബാലകൃഷ്ണൻ, ചേന്നംകുളങ്ങര ശ്രീ ഭദ്രകാളി ട്രസ്റ്റ് ഭാരവാഹികളായ എൻ കൃഷ്ണൻ നമ്പൂതിരി, കെ എസ് ബാലകൃഷ്ണൻ നമ്പൂതിരി, കെ കെ ബിജു നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശേഷം എഴുന്നള്ളിപ്പുണ്ടായിരിക്കുന്നതാണ്. പല്ലാവൂർ ശ്രീധരന്മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം, അതിനുശേഷം എഴുന്നള്ളിപ്പ് മൂലസ്ഥാനമായിട്ടുള്ള ചുറ്റിശ്ശേരി ബാലികര ആലിൻ്റെ ചുവട്ടിലേക്ക് വരുന്നു. തിരിച്ച് വന്ന് ക്ഷേത്രത്തിലേക്ക് കയറുന്നതുമാണ്. ഇത്തരം പരിപാടികളോടാണ് നമ്മൾ ഈ തവണത്തെ കുംഭഭരണി ആഘോഷം നടക്കുന്നത്. മുരിക്കങ്ങൽ പെരുമ്പിളിച്ചുര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നരസിംഹസ്വാമിയുടെയും ഗണപതി, ശാസ്താവ്, വനദുർഗ എന്നീ ഉപദേവതകളുടെയും പ്രതിഷ്ഠ നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, തിലഹോമം, സായുജ്യ പൂജ, കാൽ കഴുകിച്ചൂട്ട്, വൈകിട്ട് ആചാര്യവരണം, ബിംബ പരിഗ്രഹം, ജലാധിവാസം, സ്ഥലശുദ്ധി, പത്മോലേഖനം എന്നിവയും, ശനിയാഴ്ച രാവിലെ കുംഭേശ്വര കർക്കരി കലശപൂജ, ശയ്യാവിദ്വേശ്വര കലശപൂജ, നിദ്ര കലശപൂജ, ശിരസ്ഥാന കുണ്ഠത്തിൽ അഗ്നിജ്വലനം, ജലോദ്ധാരം, ബിംബം ശയ്യയിലേക്ക് എഴുന്നള്ളിക്കൽ എന്നിവയും, വൈകിട്ട് പ്രാസാദ പരിഗ്രഹം, പ്രാസാദ ശുദ്ധി, രക്ഷോഘ്ന ഹോമം, വാസ്തുഹോമം, വാസ്തു കലശപൂജ, വാസ്തുബലി, വാസ്തു കലശാഭിഷേകം, വാസ്തു പുണ്യാഹം, മണ്ഡലപൂജ, ധ്വാനാധിവാസം, ഗോദോഹനം, അധിവാസ പൂജ എന്നിവയും നടക്കും. ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 9 മണി വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രം മീനം രാശി ശുഭ മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുന്നത്. നിത്യപൂജ, പ്രാർത്ഥന, ദക്ഷിണ, അന്നദാനം, വൈകിട്ട് 6-ന് ദീപാരാധന, തുടർന്ന് ശിങ്കാരിമേളം എന്നിവയും ഉണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മംഗലത്ത് അഴകത്തുമന ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കുഴിയേലി നഗർനമന നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ ഗിരിജ സദാനന്ദൻ ചുളയ്ക്കൽ, പ്രകാശൻ ഉലുക്കുരാൻ, എം കെ സുബ്രൻ ഉലുക്കുരാൻ എന്നിവർ പങ്കെടുത്തു. മുരിക്കുങ്ങൽ പെരുമ്പിളിച്ചുര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടക്കുന്ന പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് മുരിക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് താലത്തിന്റെ അകമ്പടിയോടെ വിഗ്രഹങ്ങൾ പെരുമ്പിള്ളിച്ചിറയിലേക്ക് ആനയിക്കും. ക്ഷേത്രം തന്ത്രി അഴകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കുഴിയേലി നഗർനമന നീലകണ്ഠൻ നമ്പൂതിരി, അഴകത്ത് വിഷ്ണു നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. നരസിംഹസ്വാമിയുടെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതി, ശാസ്താവ്, വനദുർഗ എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠയും ഞായറാഴ്ച നടക്കും. ആശാവർക്കർമാർ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ച് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ സമരം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയേങ്കര, കെ ജെ ജോജു, രജനി സുധാകരൻ, ജെയിംസ് പറപ്പുള്ളി, ജോയ് വല്ലച്ചിറക്കാരൻ, ഷൈനി ജോജു, രതി ബാബു, ആൻസി ജോബി, പ്രീതി ബാലകൃഷ്ണൻ, ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു.
പിണറായിയുടെ നാണ്യഭരണം, ഐക്യദാർഢ്യം, ഐക്യദാർഢ്യം, നാഷണൽ കോൺഗ്രസ് ഐക്യദാർഢ്യം, മഹിളാ കോൺഗ്രസ് ഐക്യദാർഢ്യം. 12 ദിവസമായി ശക്തമായ സമരത്തിലാണ്. വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഈ സമരത്തിനെ ഗവൺമെന്റ് ഒരു തരത്തിലും അവരെ ചർച്ചയ്ക്ക് വിളിക്കാനോ അനുകൂലമായ ഒരു നടപടിയെടുക്കാനോ ഇന്ന് തയ്യാറാകും. ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ ഇന്ന് ഡോക്ടർമാരും നേഴ്സുമാരും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പോലും ഇവരെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ്. ഇന്ന് ആശാവർക്കർമാരെ നമുക്കറിയാം. ആശാ സഹോദരിയും ആശാ വർക്ക് ചെയ്യുന്ന സഹോദരിമാര് ഇന്ന് കേരളത്തിലെ വളരെയേറെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വെറും 7000 രൂപ മാത്രം അവർക്ക് ശമ്പളം കൊടുക്കുന്നു. അതുവഴി തട്ടിക്കോടികൾ പലതും ദുർഭരണത്തിലിരിക്കുന്ന പിണറായി വിജയ ഓർത്തോളൂ. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ. കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പാളയ്ക്കപ്പറമ്പ് സെന്ററിൽ ആശാ വർക്കർമാരുടെ സമരത്തിനെതിരായ സർക്കാർ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ റെജി ജോർജ്, ലിസി ജോൺസൺ, ഷമീറ ഷാഹുൽ ഹമീദ്, സുനിൽ മുളങ്ങാട്ടുകര, ടോമി കൊള്ളിക്കുന്നേൽ, റോസി ജോണി നമ്പാടൻ, റിൻഡോ ജോൺസൺ, INTUC മണ്ഡലം പ്രസിഡന്റ് ജോജു ചാഴൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, ഐക്യദാർഢ്യം, ഐക്യദാർഢ്യം, ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം. പ്രവർത്തനമാണ് ആശാവർക്കർമാർ കാഴ്ചവെക്കുന്നത്. അവരുടെ ന്യായമായ അവകാശങ്ങൾ പരിരക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ അതിന് നമ്മളും കൂടെ അതിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുക തന്നെ വേണം. കഴിഞ്ഞ 18 ദിവസമായി അനന്തപുരിയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇന്നൊരു സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മട്ടത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീപ്പന്തം കൊളുത്തി പ്രകടനവും ഐക്യദാർഢ്യ സദസ്സും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, പ്രവീൺ M കുമാർ, ജോൺ വട്ടക്കാവിൽ, KA ഹനീഫ, തങ്കമണി മോഹനൻ, തോമസ് കാവുങ്ങൽ എന്നിവർ സംസാരിച്ചു. ഭഗവത് സിംഗ്, KA അമ്മുണ്ണി, PC വേലായുധൻ, ബാബു നെല്ലിക്കവിള, ജോയ് പുരയിടത്തിൽ, ബേബി കണ്ണമ്പടത്തി, അർജുൻ പടയക്കാട്ട്, നന്ദകുമാർ കോരപ്പത്ത്, നിസാർ കറപ്പം വീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഒരു മാസവും പോലും മുടങ്ങിയിട്ടില്ല. പക്ഷേ 1600 രൂപ പെൻഷൻമാർക്ക്, ക്ഷേമ പെൻഷൻമാർക്ക് ആളുകളുടെ പെൻഷൻ മാസങ്ങളായി മുടങ്ങി കിടക്കുന്നു. ഈ ഗവൺമെന്റ് യാതൊരു കുഴപ്പവുമില്ല. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ 5 പ്രതികളെയും വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മുപ്പിളിയം സ്വദേശിയായ തോട്ടത്തിൽ വീട്ടിൽ 32 വയസ്സുള്ള കിരൺ, കല്ലൂർ സ്വദേശിയായ നെല്ലങ്കര വീട്ടിൽ 27 വയസ്സുള്ള സ്റ്റാലിൻ, നടത്തറ സ്വദേശി വെളുത്തേടത്ത് വീട്ടിൽ 32 വയസ്സുള്ള വിനോദ്, പൗണ്ട് സ്വദേശി മണക്കാടൻ വീട്ടിൽ 35 വയസ്സുള്ള സൂരജ്, കുട്ടാലിപ്പാടം സ്വദേശി കാട്ടിപ്പറമ്പൻ വീട്ടിൽ 24 വയസ്സുള്ള ക്രിസ്റ്റോ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച പഴയന്നൂർ സ്വദേശിയായ ജനീഷിനെ തൃശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് 5 പേരും ചേർന്ന് തട്ടിക്കൊണ്ടുവന്ന് പയ്യാക്കരയിലുള്ള വീട്ടിലെത്തിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. പയ്യാക്കരയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വാഹനം കസ്റ്റഡിയിലെടുത്തു. കിരണിന് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 2022 ഒരു അടിപിടി കേസും, സ്റ്റാലിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 2014 ഒരു വധശ്രമ കേസും, 2020 വീടിന്റെ മതിൽ ചവിട്ടിപ്പൊളിച്ച കേസും, സൂരജിന് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 2022 ഒരു അടിപിടി കേസും നിലവിലുണ്ട്. വരന്തരപ്പള്ളി SHO KN മനോജ്, സബ് ഇൻസ്പെക്ടർമാരായ ജയചന്ദ്രൻ, അശോക് കുമാർ, അലി, സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവ്, സുജിത്, ജോഫിൻ ജോണി എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 25-26 വർഷത്തെ ബജറ്റ് വെറും മരുഭൂവിലെ മരീചികയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റുമായ ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ബജറ്റിൽ പറയുന്ന തുക ഉണ്ടെന്ന് തോന്നുകയും സാങ്കേതികമായി ഇല്ല എന്നതുമാണ് വസ്തുതയെന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ആരോപണം. 21-22 സാമ്പത്തിക വർഷം
13.40 കോടി രൂപ, 22-23 വർഷം 16.47 കോടി രൂപ, 23-24 വർഷം 16.4 കോടി രൂപ സ്പിൽ ഓവർ തുകയായി സർക്കാർ ജില്ലാ പഞ്ചായത്തിന് ലഭിക്കാനുണ്ട്. ഇതിന് പുറമെ 22-24 സാമ്പത്തിക വർഷം സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ നഷ്ടമായ 28.71 കോടി രൂപയും കൂടി 74.68 കോടി രൂപയും കൂടാതെ ഈ വർഷം പ്രതീക്ഷിക്കുന്ന സ്പിൽ ഓവർ തുകയായ 16 കോടി രൂപയും ചേർത്താൽ ഈ വർഷത്തെ ബജറ്റ് തുകയേക്കാൾ അധികരിക്കുമെന്നിരിക്കെ ഈ വർഷത്തെ ബജറ്റിന് എന്താണ് പ്രസക്തി എന്നാണ് ജോസഫ് ടാജറ്റ് ചോദിക്കുന്നത്. തുക വകയിരുത്തി എന്ന് വരുത്തുകയും എന്നാൽ ഫണ്ട് സമയത്ത് നൽകാത്തതിനാൽ അത് പാഴായി പോവുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് ആഗ്രഹം നൽകി ബജറ്റിനെ മരീചികയായി മാറ്റുന്നു. കേന്ദ്രം ഫണ്ട് തന്നില്ലെന്ന് അലമുറയിടുന്ന അധികാര വികേന്ദ്രീകരണത്തിന്റെ വക്താക്കൾ എന്നവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാർ ജില്ലാ പഞ്ചായത്തിനും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും യഥാസമയം ഫണ്ട് നൽകുന്നില്ല. പിന്നെ എങ്ങനെയാണ് പദ്ധതികൾ പൂർത്തീകരിക്കുക? നാളിതുവരെയായും വികസന ഫണ്ടിന്റെ പകുതി മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ബാക്കി എന്ന് ലഭിക്കുമെന്ന നിശ്ചയമില്ല. ഇപ്പോൾ പദ്ധതി ചെലവ് 43.76% മാത്രമാണ്. ഇനി പദ്ധതി പൂർത്തീകരണത്തിന് കേവലം 33 ദിവസം മാത്രം ബാക്കി നിൽക്കെ എത്ര ചിലവഴിക്കാൻ സാധിക്കും? ഈ വർഷവും ഫണ്ട് ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷത്തേതുപോലെ അവസാനം മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതിനാൽ തന്നെ സ്വാഭാവികമായും പദ്ധതി ചെലവ് 60% കവിയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി തുകയിൽ സ്പിൽ ഓവർ പദ്ധതികൾക്ക് തുക വകമാറ്റിയാൽ കാര്യമായ സംഖ്യ അടുത്ത വർഷത്തെ പദ്ധതിക്ക് ഉണ്ടാകില്ല. കൂടാതെ നിർബന്ധിത പദ്ധതികൾക്ക് നീക്കിവെക്കേണ്ട തുകയും മാറ്റി നിർത്തിയാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് എവിടെയാണ് തുകയുള്ളത്? സർക്കാർ ഫണ്ടിന്റെ അപര്യാപ്തതയും ട്രഷറി നിയന്ത്രണവും മൂലവും ഓരോ സാമ്പത്തിക വർഷവും സ്പിൽ ഓവർ തുക കൂടുന്നതും ചിലവഴിക്കാതെ പാഴാകുന്ന തുകയും കൂട്ടിയാൽ ഈ വർഷം വിഹിതമായി ലഭിക്കുന്ന തുകയിൽ ഒരു തുകയും ചിലവഴിക്കാൻ ജില്ലാ പഞ്ചായത്തിന് ഉണ്ടാകില്ല. സമൂഹം ഏറെ ചർച്ച ചെയ്യുന്ന വന്യജീവി ആക്രമണം, മയക്കുമരുന്ന് വ്യാപനം എന്നിവയെ പ്രതിരോധിക്കാൻ ഒന്നും വകയിരുത്തിയില്ല എന്നത് ബജറ്റിന്റെ ഗുരുതരമായ വീഴ്ചയാണെന്നും ടാജറ്റ് ആരോപിച്ചു. ഈ കാര്യത്തിൽ അനുബന്ധ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തണം. അധികാര വികേന്ദ്രീകരണത്തിലൂടെ പഞ്ചായത്തുകൾക്ക് ലഭിച്ച അധികാരം വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പഞ്ചായത്തിന്റെ ലൈസൻസ് വേണ്ട എന്നതിലൂടെ കേന്ദ്രീകൃതമാക്കിയ സർക്കാരിന്റെ ഉത്തരവിനെതിരെ ഒരു പരാമർശവും നടത്തിയില്ല എന്നത് ബജറ്റിന്റെ ആത്മാർത്ഥതയെ സംശയിക്കുന്നു. ഇതിനെതിരെ പരാമർശം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ജനങ്ങൾക്കേറെ ഗുണകരമാകുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പഞ്ചായത്തി രാജ് സംവിധാനം സാമ്പത്തിക പിടിപ്പുകേടുകൊണ്ടും കേന്ദ്രീകൃത സംവിധാനം നടപ്പിലാക്കുന്നതുകൊണ്ടും സംസ്ഥാന സർക്കാർ വികലമാക്കിയെന്ന് പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി നേതാവ് ജോസഫ് ടാജറ്റ്, ഉപനേതാവ് മുഹമ്മദ് ഗസാലി, സെക്രട്ടറി ജിമ്മി ചൂണ്ടൽ, ഭാരവാഹികളായ ലീല സുബ്രഹ്മണ്യൻ, ശോഭന ഗോകുലനാഥൻ എന്നിവർ ആരോപിച്ചു. ആരോഗ്യവകുപ്പ്, ജില്ലാ ഭരണകൂടം, ആരോഗ്യ കേരളം എന്നിവയുടെ നേതൃത്വത്തിൽ ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ജെ അല്ലി പ്ലാക്കൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. 38 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. 19 പേർക്ക് പാപ്സ്മിയർ ടെസ്റ്റ് നടത്തി. പുതുക്കാട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വീടുകളിലേക്ക് നൽകുന്ന ബയോബിൻ വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിബി കൊടിയൻ, രതി ബാബു, ഷാജു കളിയങ്കര, ആൻസി ജോബി, സുമ ഷാജു, രശ്മി ശ്രീക്ഷോഭ്, പ്രീതി ബാലകൃഷ്ണൻ, ഫിലോമിന ഫ്രാൻസിസ്, അസിസ്റ്റന്റ് സെക്രട്ടറി MA അനൂപ്, PEO MB ധന്യ എന്നിവർ സംസാരിച്ചു. പറപ്പുക്കര PBS ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. KK രാമചന്ദ്രൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ TS മുരളി അധ്യക്ഷനായി. സ്കൂൾ സ്മരണികയായ ഉറുപുരത്തിന്റെ കവർ ചിത്രപ്രകാശനവും ചടങ്ങിൽ നടന്നു. പ്രിൻസിപ്പൽ ലേഖ മേനോൻ, PTA പ്രസിഡന്റ് CK ബിനേഷ്, ഷാജു, പ്രധാനാധ്യാപിക KS ഉദയ എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളി മംഗലം തണ്ടിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീപിടുത്തം. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. തൊട്ടടുത്ത് റബ്ബർ തോട്ടമുണ്ടായിരുന്നു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേന എത്തി
തീ നിയന്ത്രണ വിധേയമാക്കിയതോടെ റബ്ബർ തോട്ടത്തിലേക്ക് തീ പടർന്നില്ല. 1.5 മണിക്കൂറോളം സമയമെടുത്താണ് തീ കെടുത്താനായത്. CPM സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയ്ക്ക് മാർച്ച് 4-ന് കൊടകരയിൽ സ്വീകരണം നൽകും. ഇതുമായി ബന്ധപ്പെട്ട് കൊടകരയിൽ ചേർന്ന സംഘാടക സമിതി യോഗം CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. PR പ്രസാദൻ, KJ ഡിക്സൺ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, MG രാധാമണി, KC ജെയിംസ്, CM ബബീഷ്, KD അപ്പച്ചൻ, അൻവർ സാദിഖ് എന്നിവർ സംസാരിച്ചു. അതിന് ഈ നയം തുടരുന്നിടത്തോളം കാലം പരിഹാരം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മുടെ പാർട്ടി നേരത്തെ കണ്ടിട്ടുണ്ട്. നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സ്വകാര്യവൽക്കരണ ഉദാരവൽക്കരണ നയം നടപ്പിലാക്കുന്ന കാലത്തോളം കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തും. മറ്റത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര ഹാളിൽ രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം KS ബിജു ഉദ്ഘാടനം ചെയ്യും. ADS പ്രസിഡന്റ് രാജിഷ സജീവൻ അധ്യക്ഷയാകും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റ് സംഘടിപ്പിച്ചു വരുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ 50ാമത് മെഗാ ക്യാമ്പ് ഞായറാഴ്ച രാവിലെ 10-ന് ഉദ്ഘാടനം ചെയ്യും. മെഗാ മെഡിക്കൽ ക്യാമ്പിൽ രക്തദാന ക്യാമ്പ്, സൗജന്യ ക്രിയാറ്റിൻ പരിശോധന, പ്രമേഹ രോഗനിർണയ ക്യാമ്പ്, ഡെന്റൽ ക്യാമ്പ് തുടങ്ങി വിവിധ രോഗനിർണയ പരിശോധനകൾ സൗജന്യമായി നടത്തുന്നതിന് സൗകര്യമുണ്ടായിരിക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കും. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ബിജു എടക്കളത്തൂർ അധ്യക്ഷനാകും. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും. കഴിഞ്ഞ 49 ക്യാമ്പുകളിലൂടെ 1500-ലധികം പേർക്കാണ് തിമിര ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുള്ളത്. കൂടാതെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ സാമൂഹിക ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കിഡ്നി രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റ്, കിടപ്പ് രോഗികൾക്ക് ധനസഹായം, വസ്ത്ര ബാങ്ക് തുടങ്ങി നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായി ഭാരവാഹികളായ ബിജു എടക്കളത്തൂർ, മനോജ് പുളിക്കത്തറ, പോൾ തേറാട്ടിൽ, KV വിശ്വംഭരൻ, റാഫി നീലങ്കാവിൽ എന്നിവർ അറിയിച്ചു. എല്ലാ മാസവും തുടർച്ചയായിട്ട് ആദ്യ ഞായറാഴ്ചകളിലെ സൗജന്യ തീവ്ര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. 49 സൗജന്യ തീവ്ര ശസ്ത്രക്രിയ ക്യാമ്പുകൾ ഞങ്ങൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. ഈ ക്യാമ്പുകളിലൂടെ 1500-ൽ പരം ആളുകൾക്ക് സൗജന്യ സേവനം നൽകാനായിട്ട് ഈ കാലയളവിൽ സാധിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഹെൽപ്പർ നിയമനം നടത്തുന്നു. സാനിറ്ററി ഇൻസ്പെക്ടർ ഡിപ്ലോമ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമയാണ് യോഗ്യത. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വാക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി അന്നേ ദിവസം ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. വിരമിച്ച ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്തിലെ സ്ഥിര താമസക്കാർക്കും മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് 0482751372 അല്ലെങ്കിൽ 9495227586. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി, PMAY എന്നീ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട ജില്ലാ ഓംബുഡ്സ്മാൻ സിറ്റിംഗ് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,010 രൂപ, പവന് 64,080 രൂപ. വെള്ളിക്കുളങ്ങര പടിക്കലാൻ പൗലോസ് ഭാര്യ റോസി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് തെക്കേത്തുറവ് തയ്യിൽ മാധവൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമണിയാണ് ഭാര്യ. ഷീല, ഷീജ, ജയൻ എന്നിവർ മക്കളാണ്. ചെങ്ങന്നൂർ തരകൻ കുരിശ്ശേരി മിഖായേൽ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബേബി, ബെൻസി, ജോജു എന്നിവർ മക്കളും ജേക്കബ്, ജോയ്, ജാൻസി എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ നായരങ്ങാടി പുതുമന ത്രിവിക്രമൻ ഇളയതിന്റെ ഭാര്യ ചന്ദ്രിക അന്തർജനം അന്തരിച്ചു. സംസ്കാരം നടത്തി. പ്രദീപ് കുമാർ, വാസുദേവൻ എന്നിവർ മക്കളും ശ്രീജ, ദേവി, രശ്മി എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ ചുങ്കത്ത് ഔസേപ്പ് ഭാര്യ മേരി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് വെണ്ടൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടക്കും.
അൽഫോൻസ, സെലീന, റീത്ത, ഷീല, ബീന എന്നിവർ മക്കളും ചാക്കുണ്ണി, ജോസ്, സന്തോഷ്, രാകേഷ്, പരേതനായ ജോസഫ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം, ഭീതിയിൽ നാട്ടുകാർ. വരാക്കരയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പിതൃമോക്ഷം തേടി പിതൃതർപ്പണം നടത്തി നിരവധി പേർ. ആറാട്ടുപുഴ മന്ദാരക്കടവിലും മണലി, രാമപുരം ശ്രീരാമക്ഷേത്രത്തിലും പിതൃതർപ്പണം നടന്നു. ആശാവർക്കർമാർ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ച് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം മാർച്ച് 1 കൊടിയേറുമെന്നും മാർച്ച് 7 പൂരം കാവടി മഹോത്സവം ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. പാലിയേക്കര ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം മാർച്ച് 4 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ 5 പ്രതികളെയും വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.